നമുക്ക് പുറത്തെവിടെയെങ്കിലും പോവാ? എവിടെയെങ്കിലും പോവാ. അതല്ല ഞാൻ പിന്നെ എൻ്റെ പണിയൊന്നും ഒരുങ്ങിയില്ല. പിന്നെ ചോറ്റിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട് അത്ര എളുപ്പത്ത്. ചോറും കറിയൊന്നും അതിനുമില്ല. ഇപ്പൊ നോക്കിയാൽ ചോറും കറിയും വെക്കലും പണിയെടുക്കലും. ചോറും കറിയും വേണ്ട ഉച്ചയാകുമ്പോൾ വിശക്കുമ്പം വരുമല്ല. നമുക്ക് പുറത്തുനിന്ന് എവിടെന്നെങ്കിലും കഴിക്കാം. എവിടെ പുറത്തുനിന്ന് കഴിക്കേണ്ടത്? ഏതെങ്കിലും ഹോട്ടലിൽ പോവാ. ഞാനില്ലാതല്ലേ ഇങ്ങനെ പുറത്തേക്കെല്ലാം എവിടെയെങ്കിലും പോലൂ. പുറത്തുനിന്ന് പിന്നെ നല്ല ഭക്ഷണം എല്ലാം കിട്ടുക. നമ്മളെ വീട്ടിൽ നിന്നാക്കുന്ന പോലത്തെ ഭക്ഷണം കിട്ടുക. അത് പിന്നെ എന്താ വീട്ടിൽ കളിക്കുന്നതല്ലായിരിക്കും. അനക്കൊന്നും വേണ്ട കുടലും മോശമാക്കാൻ വേണ്ടിയിട്ട്. വീട്ടിൽ നിന്ന് കിട്ടുന്ന പോലത്തെ സ്ഥലത്ത് പോയാലോ? അതെവിടെയാണ് വീട്ടിൽ നിന്ന് കിട്ടുന്ന പോലത്തെ സ്ഥലം? അങ്ങനത്തെ സ്ഥലം ഉണ്ട്. അമ്മേന്റെ നാട്ടിൽ തന്നെയാണ്. എന്റെ നാട്ടില്ല. അവിടെ പോയാൽ കഴിക്കൂലേ? നല്ല നല്ല ഇല്ല ഭക്ഷണം കിട്ടിയ കഴിക്കാം. ഉച്ചക്കൊക്കെ ചോറൊന്നും വെക്കണ്ട. വേണ്ട, ഒന്നും വെക്കണ്ട. അല്ലെങ്കിൽ ചുവപ്പ് വേണ്ടേ? മാറ്റാനാ? എന്നാ പിന്നെ ഒന്നും വെക്കണ്ട. ഉച്ചക്കൊന്നും വേണ്ട. വേണ്ട, ഒന്നും വേണ്ട. നല്ല അടിപൊളി ലഞ്ച് കഴിക്കാം പോയിട്ട്. കൊറേ കറിയെല്ലാം ഉണ്ടാ? കൊറേ കറിയെല്ലാം ഉണ്ട്. എവിടുന്നാണ്? ഹോട്ടൽ തന്നെയാ? ഹോട്ടൽ തന്നെ. നോക്കട്ടെ, എന്നാലും പോയി നോക്കാം എങ്ങനെയുണ്ട് നോക്കട്ടെ. അങ്ങനെ ഞാൻ അമ്മേനെയും കൂട്ടിയിട്ട് നേരെ പോയത് പുതിയരൂലുള്ള മാഗ്നറ്റ് ഹോട്ടലിലേക്കാണ് കേട്ടോ. അപ്പോൾ അമ്മേൻ്റെ നാട്ടിൽ തന്നെയാണെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. അമ്മേൻ്റെ നാട് പുതിയൊരു പനങ്കാവ് സ്കൂളിനടുത്താണ്. ഇത് ഹൈവേയിൽ തന്നെയാണ്. നമ്മൾ തളിപ്പറമ്പിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന സമയത്ത് പുതിയൊരൂരിൽ എത്തിക്കഴിഞ്ഞിട്ടാകുമ്പം അടുത്ത ഭാഗത്തായിട്ട് തന്നെ കാണാൻ പറ്റും മാഗ്നറ്റ് ഹോട്ടലിന്. നമ്മൾ ടൗൺ ഏരിയയിലേക്കെല്ലാം വരുമ്പോഴുള്ള മെയിൻ തലവേദന എന്താണെന്ന് വെച്ചാൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആ ഒരു ടെൻഷൻ വേണ്ട. ഒരേ സമയം തന്നെ 100ഓളം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു തലവേദന എന്തായാലും മാറിക്കിട്ടും. നമ്മളിവിടെ വന്നിട്ടുള്ളത് ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 199 റുപ്യക്ക് ലഞ്ച് ബുഫയാണ് കേട്ടോ കൊടുക്കുന്നത്. ഇപ്പം ബുഫേ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് ഇഷ്ടമില്ലത്ര ഭക്ഷണം എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ സ്റ്റാർട്ടറായിട്ടൊരു സൂപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ചത് നൂഡിൽസിൻ്റെ സൂപ്പായിരുന്നു കേട്ടോ നമ്മൾ പോയപ്പോൾ ഉണ്ടായത്. പിന്നെ പൊറോട്ടയും ചിക്കൻ കറി ഉണ്ടായിരുന്നു. പിന്നെ സാധാരണ നമ്മളെ ചോറും കറികളും. വീഡിയോയിൽ എല്ലാ കറികളും ഞാൻ കാണിച്ചിട്ടുണ്ട്. സാമ്പാർ, തേങ്ങരച്ച മീൻകറി, പുളിങ്കറി, കൂമ്പ് വറവ്, കോയക്കറവ്, പച്ചടി, മോര്, പായസം, രസം, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ഓണമല്ലേ വരുന്നത്. അപ്പോൾ ഓണസദ്യൻ്റെ ബുക്കിംഗ് കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓണസദ്യ ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ അവിടെ പോയി കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു ഫോട്ടോയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ച ഐറ്റംസ് എല്ലാ ദിവസവും ഈ സെയിം ഐറ്റംസ് അല്ല കേട്ടോ ഉണ്ടാവുക. ഓരോ ദിവസം ഐറ്റംസ് മാറി മാറി വരുന്ന അവർ പറഞ്ഞത്. അപ്പം ഞാൻ മുന്നേ ഇവരെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടായിന്. കേട്ടതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് ഹോട്ടലിൽ ഇപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ വെറുതെ കുടൽ മോശമാക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ, കളറിന് വേണ്ടിയിട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കെമിക്കൽസ് എല്ലാം ഹോട്ടലിലുള്ള ആൾക്കാർ ആഡ് ചെയ്യുമല്ലോ. അപ്പോൾ ചില ആൾക്കാർക്ക് അത് പറ്റൂല, എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളെല്ലാം വരും. പക്ഷേ ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ നമ്മൾ മസാലപ്പൊടികളുണ്ടല്ലോ അതെല്ലാം വാങ്ങിച്ചിട്ട് കഴുകി ഉണക്കിയിട്ട് പൊടിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോൻ്റെ അവസാനം തന്നെ നമ്മൾ ആടെയുള്ള ഷെഫിൻ്റെ അടുത്തും അതുപോലെ അടുക്കളയിലുള്ള ഈ മസാലപ്പൊടികളെല്ലാം ഉണ്ടാക്കുന്ന ഏച്ചീൻ്റെ അടുത്തെല്ലാം വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിൽ അമ്മേനെ ഞാനാണല്ലോ കൂട്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ പോയ സമയത്ത് ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ സമയത്ത് അമ്മേനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് ഐറ്റംസ് എല്ലാം. അപ്പോൾ അമ്മ പറഞ്ഞു വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ഉണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് അമ്മക്ക് ഇത് ഉണ്ടാക്കിയ ആളെ കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഇത് ആരാ ഉണ്ടാക്കിയെന്ന്. അങ്ങനെയാണ് നമ്മൾ ഷെഫിനെ എല്ലാം വിളിച്ചത്. അപ്പോൾ ഷെഫിനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതുപോലെ തന്നെ ആടെയുള്ള ഒരു ഏച്ചി ഉണ്ടായിരുന്നു, ആ ഏച്ചീനെയും വിളിച്ച് അവരുടെ അടുത്തും കാര്യങ്ങളെല്ലാം സംസാരിച്ച്. അപ്പോൾ ഞാൻ കേട്ടറിഞ്ഞതുപോലെ തന്നെ അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ സാധനങ്ങൾ മഞ്ഞളാണെങ്കിലും മല്ലിയാണെങ്കിലും മുളകാണെങ്കിലും എല്ലാം വാങ്ങിച്ചിട്ട് അത് കഴുകി ഉണക്കിയിട്ട് അവർ തന്നെ അവിടുന്ന് പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ വെള്ളം അവർക്ക് തന്നെ കിണറുണ്ട്, അതായത് പൈപ്പിൽ വരുന്ന വാട്ടർ ഉപയോഗിക്കാണ്ട് കിണറുണ്ട് അവർക്ക്. അപ്പോൾ ആ കിണറിൽ നിന്ന് എടുത്തിട്ടുള്ള വെള്ളമാണ് ഭക്ഷണം ഉണ്ടാക്കാനെല്ലാം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതുകൊണ്ട് വിശ്വസിച്ചിട്ട് കഴിക്കുക. ഇതിൻ്റെ അകത്ത് വേറെ കെമിക്കൽ പ്രൊഡക്റ്റ് ഒന്നും ആഡ് ചെയ്തിട്ടല്ല ഇവരിത് ഉണ്ടാക്കുന്നതെന്നുള്ളത് അത്രയും വിശ്വാസത്തോടെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചു. നമ്മൾ ആദ്യം തന്നെ ചോറാണ് കഴിച്ചത് കേട്ടോ. പൊറോട്ടയും ചിക്കനും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഓരോ ദിവസം ഓരോ ഐറ്റംസ് ആയിരിക്കുന്നു. അപ്പോൾ ചില ദിവസങ്ങളിൽ ഈ പൊറോട്ടക്കും ചിക്കനും പകരം വേറെയും ഐറ്റംസ്, ചിലപ്പം ചപ്പാത്തി ആയിരിക്കാം, അല്ലെങ്കിൽ കിഴങ്ങും കപ്പയില്ലേ
കപ്പയും മീൻ മോളീഷനും ആയിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ഐറ്റംസാണ് ഉണ്ടാവുക. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഗെറ്റ് ടുഗദർ പാർട്ടി അങ്ങനെ എന്തെങ്കിലും നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലഞ്ച് ടൈമിൽ നമുക്ക് പുറത്തുനിന്ന് ഇടുന്ന ലഞ്ച് കഴിക്കുക. ആരെങ്കിലും വക ഒരു പാർട്ടിയെല്ലാം നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥലത്ത് ലഞ്ച് കഴിക്കേണ്ട സമയമായിട്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നല്ല ലാഭമാണ് കേട്ടോ. നമുക്ക് ബുഫേ ആയതുകൊണ്ട് തന്നെ ഏത് ഭക്ഷണമാണെങ്കിലും നമുക്കിപ്പോൾ പൊറോട്ടയും ചിക്കൻ കറിയും തന്നെ കഴിക്കണമെന്നില്ല, പൊറോട്ടയുടെ ഒപ്പം മീൻ കറി കൂട്ടിയിട്ട് കഴിക്കുക. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ചിക്കൻ കറി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. അങ്ങനെ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എടുത്തിട്ട് കഴിക്കാമല്ലോ. അത് ആദ്യം ഏത് കഴിക്കണം എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. പിന്നെ പായസമാണെങ്കിലും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചിട്ടുണ്ട്. അപ്പം അമ്മ പറയുന്നതും അതുപോലെ തന്നെ ഷെഫിൻ്റെ അടുത്തും ആ ഏച്ചീൻ്റെ അടുത്തും സംസാരിക്കുന്നതും എല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ ഇവർക്ക് പാർട്ടി ഹോൾ ഉണ്ട് കേട്ടോ, അതും മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നാമത് പാർക്കിങ്ങിൻ്റെ കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമുക്ക് എത്ര വണ്ടി 100ഓളം വണ്ടികൾ ഒരുമിച്ച് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പം നമുക്കൊരു പാർട്ടി നടത്തുകയാണെങ്കിൽ ചെറിയ പാർട്ടി, ഒരു 100 ആൾക്കുള്ള പാർട്ടി നടത്താനുള്ള ഹോളും ഉണ്ട്. അതുപോലെ ഒരു 400-500 ആൾക്കാർക്ക് ഇരുന്നിട്ട് ഒരു പാർട്ടി നടത്താനുള്ള, അതായത് ഇപ്പോൾ എൻഗേജ്മെൻ്റ് ആണെങ്കിൽ നിശ്ചയം, അതുപോലെ ബർത്ത്ഡേ പാർട്ടീസ്, ഇങ്ങനെയുള്ള പാർട്ടി നടത്താനുള്ള ഹോളും ആടിയുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കറി കേട്ടോ. കൂമ്പ് വറവെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് വറുത്തവ നല്ല ടേസ്റ്റ്. കൊണ്ടാട്ടവും കൂട്ടുകറി എല്ലാം നല്ലുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് രസം, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്, ഒന്നും മോശം പറയാനൊന്നുമില്ല. നല്ല വീട്ടിൽ നമ്മളൊരു സദ്യ ഉണ്ടാക്കിയ പോലെ തന്നെയുണ്ട്. ഓണത്തിനെല്ലാം നമ്മൾ സദ്യ ഉണ്ടാക്കൂലേ, അപ്പൊ അതേപോലെ പുളിങ്കറിയാണെങ്കിൽ അടിപൊളി. അതെങ്ങനെയാ വെക്കുന്നതൊക്കെ ചോദിക്കണം അത്ര എന്നോട് ചോദിച്ചു. തൈര് വെച്ചിട്ട് തേങ്ങ കണ്ടരില്ല, പച്ചമുളക്, പിന്നെ കൂമ്പ് വറവ് എല്ലാം നല്ലുണ്ട്. മീൻകറിയും നല്ലുണ്ട്, സൂപ്പറാണ്. എല്ലാ കറിയും നല്ല. പിന്നെ മറ്റ് കുമ്പളങ്ങ പച്ചടിയാണ്. അതെ, ഇനി പായസം കുടിച്ചിട്ടില്ല, അത് നിങ്ങൾ തന്നെയല്ല. കറികളല്ലേ നമുക്കല്ല, ചോറിന് കറികളല്ലേ കായ്മുളകെല്ലാം മല്ലി അതന്നെയാ നല്ലത്. അതിന്റെ ടേസ്റ്റ് ഉണ്ട് കറിക്ക്, അല്ല അതിന്റെ ടേസ്റ്റ് ഉണ്ട്. ഒരു പേര് കൂടി പിന്നെ ഈ കുട്ടികളെ മേലെ വലിയ ഹോള് അതൊരു 14 ആക്കി ഇരിക്കാൻ പറ്റുന്ന ഒരു ഹോൾ തന്നെയാണ്. തന്നെ കൂടുതലും വൈകുന്നേരമാണ് നടക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് മാതിരി എന്താണ് കല്യാണത്തിന്റെ റിസപ്ഷൻ, പിന്നെ രാവിലെ ആണെങ്കിൽ കല്യാണത്തിന്റെ എൻഗേജ്മെന്റും ഇപ്പൊ ശരിക്കും സ്റ്റാർട്ടായി. ശനിയാഴ്ച മുതൽ അങ്ങോട്ട് നമ്മൾ ഓണസദ്യ കൂടി ഉണ്ട്, പറയാൻ പറ്റും. 2 ദിവസം ഉത്തരാടത്തിൽ തീരുമാനം. അത് 28 അമ്മക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും തന്നെ എനിക്ക് സമാധാനമായി കേട്ടോ. കാരണം ഞാൻ അതെല്ലാം അമ്മേനെയും കൂട്ടിയിട്ടാണ് പോയത്. അപ്പോൾ അമ്മയും മാമനും കൂടെ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതെന്ന് കേട്ടാലോ. അതെ, അതാണല്ലോ ബുഫേത്. നമ്മൾ ആദ്യം മീൽസ് ചെയ്യുന്നു നോക്കുമ്പോൾ പിന്നെ നമുക്ക് തന്നെ തോന്നി ഇതാകുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട സാധനം കഴിക്കാനും കാര്യങ്ങളിലും കഴിക്കാനും അതാകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഇലയും അതിപ്പോൾ ബുക്കിങ്ങെല്ലാം വന്നു കഴിഞ്ഞാൽ ഇല വെച്ചിട്ടുള്ള സദ്യ ഇതന്നെയിപ്പോ ഒരു ഓണസദ്യ ഇങ്ങനെ ആ ലെവലിലേക്ക് പിന്നെ ബുക്ക് അതുകൊണ്ട് നമ്മളൊന്നും എടുക്കാത്ത വെച്ചാൽ പിന്നെ ഓരോരുത്തർ ആവശ്യമുള്ള പിന്നെയും എടുക്കാന്നുള്ളതുകൊണ്ട്
ഇത് 199 ഒരുപാടുണ്ട് അല്ലേ? അല്ല പോരാണ്ട് പൊറോട്ടയും ഉണ്ടല്ലോ ചിക്കൻ നല്ല ലീവുള്ള ആൾക്കാരുടെ ഫാമിലിനായിട്ട് നേരത്തെ കുറിച്ച് പറയും. സാധാരണ ഇത് വലിയ തിരക്കൊന്നും അങ്ങനെ പോയിട്ടത് എന്നാൽ ഒരു 70-80 നമുക്ക് ആവറേജ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ശരി, അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും